ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം. സൂര്യനെല്ലി കേസിൽ വീണ്ടും വിധി. പ്രധാന വാർത്തകൾ. മുംബൈ ശക്തി മിൽസ് കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്ക് വധശിക്ഷ. ഇന്ത്യയിൽ ബലാത്സംഗത്തിന് വധശിക്ഷ വിധിക്കുന്നത് ഇതാദ്യം. സൂര്യനെല്ലി കേസിലെ 24 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. പെൺകുട്ടിയുടെ മൊഴി വിശ്വസനീയമെന്ന കോടതി. പെൺകുട്ടിക്കെതിരായ പരാമർശങ്ങൾ റദ്ദാക്കി. സോളാർ തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ ഹൈക്കോടതിയെ സമീപിച്ചു. ഉന്നതരുടെ പങ്കും അഴിമതി കേസ് അട്ടിമറിക്കപ്പെടുന്നതും അന്വേഷിക്കണമെന്ന ആവശ്യം. ബാബരി മസ്ജിദ് തകർക്കാനുള്ള ഗൂഢാലോചന നരസിംഹറാവുവും LK അദ്വാനിയും അറിഞ്ഞിരുന്നുവെന്ന് വെളിപ്പെടുത്തൽ കോബ്ര പോസ്റ്റ് നടത്തിയ ഒളിക്യാമറ അഭിമുഖത്തിൽ. ഗൂഢാലോചനയുടെ ഭാഗമെന്ന് BJP. കോൺഗ്രസിന് വോട്ട് ചെയ്യണമെന്ന ഡൽഹി ഇമാമിന്റെ ആഹ്വാനം. സംസ്ഥാനത്ത് ബാർ ലൈസൻസ് അനുവദിച്ചതിൽ അഴിമതിയുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി. ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചാൽ തെളിവുകൾ ഹാജരാക്കാമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. അഴിമതിക്ക് തെളിവുണ്ടെങ്കിൽ അത് പുറത്തുവിടണമെന്ന് എക്സൈസ് മന്ത്രി. ഇന്ത്യയുടെ രണ്ടാമത്തെ ഗതിനിർണയ ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യ IRNSS വികസിപ്പിച്ചത് അമേരിക്കയുടെ GPS-ന് പകരം. 2020 ലോകകപ്പ് സെമിയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യ പൊരുതുന്നു. 173 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടം. കോഹ്ലിയും യുവരാജും ക്രീസിൽ. സൂര്യനെല്ലി കേസിൽ 24 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. 7 പേരെ വെറുതെ വിട്ടു. മുഖ്യപ്രതി ധർമ്മരാജൻ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കണം. 7 പേരെ വെറുതെ വിട്ടതിനെതിരെ സർക്കാർ അപ്പീൽ നൽകുമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് T. ആസിഫ് അലി പറഞ്ഞു. 24 പ്രതികളുടെ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ KT ശങ്കരൻ, ML ജോസഫ് ഫ്രാൻസിസ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. ശിക്ഷ ഇങ്ങനെയാണ്: മുഖ്യപ്രതി ധർമ്മരാജന് ജീവപര്യന്ത തടവ്. ബാക്കി 24 പേരിൽ പ്രധാന പ്രതികളായ ഉഷയും രാജുവും ഉൾപ്പെടെയുള്ള 8 പേർക്ക് 10 വർഷത്തെ തടവും 15,000 രൂപ പിഴയും. മറ്റു 15 പേർക്ക് 7 വർഷത്തെ തടവും 10,000 രൂപ പിഴയും. പ്രധാനമായിട്ട് നമുക്ക് കേസ് വിധി അഫേം ചെയ്തു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ്. ആന്റണി, രാജഗോപാലൻ നായർ, വിജി, മേരി, വിലാസിനി, ജോർജ് കുട്ടി, മോഹനൻ എന്നിവരെയാണ് ഹൈക്കോടതി വെറുതെ വിട്ടത്. നേരത്തെ പ്രതികളെ മുഴുവൻ വെറുതെ വിട്ടുകൊണ്ടുള്ള ജസ്റ്റിസ് R. ബസന്ത് ഉൾപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികൾ അപ്പീൽ പോയത്. ജസ്റ്റിസ് R. ബസന്തിന്റെ നേതൃത്വത്തിലുള്ള മുമ്പത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ കണ്ടെത്തലുകളെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് പുതിയ വിധി. വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണെങ്കിലും പെൺകുട്ടിക്ക് ഭാഗികമായ നീതി ലഭിച്ചുവെന്ന് ആശ്വസിക്കാം. ക്യാമറാമാൻ സിജോയ്ക്കൊപ്പം സന്ധ്യ, മീഡിയ 1, കൊച്ചി. സൂര്യനെല്ലി സംഭവം ബാലവേശ്യാവൃത്തിയല്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിലയിരുത്തി. പെൺകുട്ടിയുടെ സമ്മതത്തോടെയുള്ള ലൈംഗിക വേഴ്ചയാണെന്ന് ഹൈക്കോടതി ബെഞ്ചിന്റെ മുൻ കണ്ടെത്തലിനെ പൂർണ്ണമായി തള്ളുന്നതാണ് പുതിയ ഉത്തരവ്. പ്രതികളുടെ അപ്പീൽ പരിഗണിക്കവേ ഹൈക്കോടതി പരിശോധിച്ചത് പ്രധാനപ്പെട്ട 4 വിഷയങ്ങളാണ്. 1. പെൺകുട്ടിയുടെ സമ്മതത്തോടെയായിരുന്നുവോ ലൈംഗിക വീഴ്ച? കോടതിയുടെ കണ്ടെത്തൽ ഇങ്ങനെ: പ്രതി രാജു പ്രണയം നടിച്ച് പെൺകുട്ടിയെ ഒരിക്കലും രക്ഷപ്പെടാനാവാത്ത വിധം കുരുക്കിൽപ്പെടുത്തുകയായിരുന്നു. പിന്നീട് ധർമ്മരാജനും ഉഷയും ചേർന്ന് കുട്ടിയെ പലർക്കായി കാഴ്ചവെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. പ്രതികളുടെ ഭീഷണിക്ക് പെൺകുട്ടിക്ക് വഴങ്ങേണ്ടി വന്നു. 2. സംഭവം ബാലവേശ്യാവൃത്തിയായിരുന്നുവോ? 16 വയസ്സുള്ള പെൺകുട്ടി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അച്ഛനമ്മമാരെ ഉപേക്ഷിച്ച് വേശ്യാവൃത്തിയിലേക്ക് പോയി എന്ന് ചിന്തിക്കാൻ ന്യായമില്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. 3. ഇതുവഴി പെൺകുട്ടി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയോ? പെൺകുട്ടിക്ക് യാതൊരു സാമ്പത്തിക നേട്ടവും ഉണ്ടായിട്ടില്ലെന്ന് കോടതി വിലയിരുത്തി. 4. പെൺകുട്ടിയുടെ വാക്ക് വിശ്വാസത്തിലെടുക്കാമോ? പെൺകുട്ടിയുടെ വാക്കുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാമെന്ന് കോടതിയുടെ നിരീക്ഷണം. കേസന്വേഷണത്തിൽ പോരായ്മകളുണ്ടായെങ്കിലും പ്രോസിക്യൂഷൻ നന്നായി കേസ് നടത്തിയെന്നും ഹൈക്കോടതി വിലയിരുത്തി. മീഡിയ 1, കൊച്ചി. മുംബൈ ശക്തി മിൽസ് കൂട്ടബലാത്സംഗ കേസിൽ 3 പ്രതികൾക്ക് മുംബൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. കേസിലെ 1, 3, 4 പ്രതികളായ വിജയ് യാദവ്, കാസിം ഷെയ്ഖ്, സലീം അൻസാരി എന്നിവർക്കാണ് വധശിക്ഷ. 2ാം പ്രതിക്ക് ജീവപര്യന്തം തടവാണ് ശിക്ഷ. രാജ്യത്ത് ആദ്യമായാണ് ബലാത്സംഗ കേസിൽ വധശിക്ഷ വിധിക്കുന്നത്. ബലാത്സംഗ കേസുകളിൽ ചരിത്രം കുറിച്ച വിധിയാണ് മുംബൈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പുറപ്പെടുവിച്ചത്. ശക്തി മിൽസ് കൂട്ടബലാത്സംഗ കേസിലെ 1, 3, 4 പ്രതികൾ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ലെന്ന് കോടതി പറഞ്ഞു. ബലാത്സംഗത്തിനിരയായ വ്യക്തി ജീവിച്ചിരിക്കെ പ്രതികൾക്ക് വധശിക്ഷ വിധിക്കപ്പെട്ട രാജ്യത്തെ ആദ്യ കേസാണിതെന്ന് ഇരയുടെ അഭിഭാഷകൻ പറഞ്ഞു. आज पहली बार हमारे देश में जो बलात्कार जैसे गंभीर गुनाह करते हैं और बार बार करते हैं, उनके लिए कानून ने बड़ा कड़ा रुख अपनाया है और आज 3 अभियुक्त को
कोर्ट ने एक फोटो जर्नलिस्ट पे रिपीटेड गैंगरेप करने के आरोप में फांसी की सजा फरमाई है। 2013 ഓഗസ്റ്റ് 22-നാണ് മുംബൈ പരേലിലെ ശക്തി മിൽസ് പരിസരത്ത് വെച്ച് വനിതാ ഫോട്ടോഗ്രാഫറെ പ്രതികൾ ബലാത്സംഗം ചെയ്തത്. പരേലിലെ പൂട്ടിക്കിടക്കുന്ന മില്ലുകളെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതിന് ചിത്രങ്ങൾ എടുക്കാൻ വന്നതായിരുന്നു യുവതി. ഇതേ സ്ഥലത്ത് വെച്ച് 2013 ജൂലൈയിൽ പ്രതികൾ ഒരു വനിതാ ടെലിഫോൺ ഓപ്പറേറ്ററെ കൂട്ടബലാത്സംഗം ചെയ്തിരുന്നു. തുടർച്ചയായി ബലാത്സംഗ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നത് പരിഗണിച്ചുകൂടിയാണ് കോടതി വധശിക്ഷ വിധിച്ചത്. ഡൽഹി കൂട്ടബലാത്സംഗത്തിന് ശേഷം ഭേദഗതി ചെയ്ത നിയമമനുസരിച്ച് വിധിക്കുന്ന ആദ്യ വധശിക്ഷ കൂടിയാണിത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അഡ്വക്കേറ്റ് അനില അഭിഭാഷക കോട്ടയം സ്റ്റുഡിയോയിൽ, കെ തുളസി വനിതാ കമ്മീഷൻ അംഗം പാലക്കാട് സ്റ്റുഡിയോയിൽ, PM ആരതി സാമൂഹ്യ പ്രവർത്തക ഡൽഹി സ്റ്റുഡിയോയിൽ ഈ ചർച്ചയിൽ ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് അനിലയിലേക്ക്. അഡ്വക്കേറ്റ് അനില, ഇന്നത്തെ വിധിയെ താങ്കൾ എങ്ങനെ കാണുന്നു? ഒരു പൂർണ്ണ വിജയം എന്ന് ഈ വിധിയെ പറയാമോ? ഏഴുപേരെ തെളിവിൻ്റെ അപര്യാപ്തതയിൽ വെറുതെ വിട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പല നിയമപരമായി ഈ കേസിൽ ഉണ്ടായിരുന്ന എല്ലാ ഇഷ്യൂസും കോടതി അന്തിമമായിട്ട് വിധിക്കുകയും അതുവഴി പെൺകുട്ടിയുടെ മൊഴി വിശ്വാസത്തിൽ എടുക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ ഈ കേസിൽ ഏറ്റവും നല്ല വിധിയാണ് ഉണ്ടായതെന്നാണ് അഭിപ്രായം. റൈറ്റ്. അനില ജോർജ്, തിരികെ താങ്കളിലേക്ക്. കെ തുളസി, ഇക്കാര്യത്തിൽ വർഷങ്ങൾ നീണ്ട പോരാട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2012 ഡിസംബറിലെ ഡൽഹിയിലെ നിർഭയ സംഭവത്തിന് ശേഷം രാജ്യത്തെമ്പാടും ഉണ്ടായിട്ടുള്ള സാമൂഹിക മനസാക്ഷിയുടെ ഒരു മാറ്റമാണോ കോടതി വിധികളിൽ പ്രതിഫലിക്കുന്നത്? കാരണം ഇന്ന് മുംബൈയിൽ മറ്റൊരു കേസിൽ വധശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്, ബലാത്സംഗ കേസിൽ. തീർച്ചയായും. കാരണം മുംബൈ കോടതിയിൽ നിന്നും വന്നിട്ടുള്ള വിധി വളരെ പ്രസക്തമാണ്. കാരണം ഒരു പെൺകുട്ടി തൻ്റെ ജോലിയുടെ ഭാഗമായി ഒരു സ്ഥലത്ത് പോവുകയും ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും ചെയ്ത സമയത്ത് ഇതിനു മുൻപും ഇത്തരം കേസുകളിൽപ്പെട്ട പ്രതികളുടെ ഭാഗത്തു നിന്നാണ് ആ യുവതിയുടെ നേർക്ക് അത്തരത്തിൽ ലൈംഗികമായിട്ടുള്ള ആക്രമണം ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു കുട്ടിയെ കൊല്ലുന്നതിന് തുല്യമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ലൈംഗികമായി ചൂഷണം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത്തരത്തിലുള്ള വധശിക്ഷ എന്നുള്ള ഒരു വകുപ്പ് നിലവിലുള്ളിടത്തോളം കാലം അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ സൂര്യനെല്ലി കേസിലാണെങ്കിലും ഇന്ന് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ബാലവേശ്യ എന്നുള്ള തരത്തിൽ ഉള്ള പരാമർശം തീർച്ചയായിട്ടും ബാലവേല നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്തിൽ നമുക്ക് ആർക്കും ഉപയോഗിക്കുക സാധ്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും മാനുഷിക സഹജമായിട്ടുള്ള എല്ലാ കാര്യങ്ങളുമുള്ള വ്യക്തികൾ തന്നെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. അവിടെയൊക്കെ പിഴവുകളും പ്രശ്നങ്ങളും വരാം. അവിടെ നമുക്ക് അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ മേൽക്കോടതികളും മറ്റ് സംവിധാനങ്ങളും നിലവിലുള്ളത്. തീർച്ചയായിട്ടും ഇന്ന് വന്നിട്ടുള്ള 2 വിധികളും വളരെയേറെ പ്രസക്തമാണ്. പക്ഷേ ഒരു വിധി കൂടിയുണ്ട്. തിരുപ്പൂർ നടന്നിട്ടുള്ള ഒരു കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാസങ്ങൾക്ക് ഒരു ഏകദേശം 6-7 മാസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണും ഞാനും കോയമ്പത്തൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 5 വയസ്സുള്ള ഒരു പെൺകുട്ടി ലൈംഗിക അതിക്രമത്തിന് വിധേയമായ ഒരു സംഭവത്തിൽ അഡ്മിറ്റ് ചെയ്ത ഒരു കുട്ടിയെ കാണാൻ ഞങ്ങൾ പോവുകയുണ്ടായി. അന്ന് നമുക്ക് മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന രംഗങ്ങളാണ് അവിടെ കാണേണ്ടി വന്നത്. ഇന്ന് തിരുപ്പൂർ കോടതിയിൽ നിന്നും വന്നിട്ടുള്ളൊരു വിധി, അതിൽ പ്രതിയായി കോടതിയുടെ മുന്നിൽ വന്ന ആ പ്രതിയെ വെറുതെ വിട്ടു എന്നുള്ള ഒരു വാർത്തയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും നീതി ഉറപ്പാക്കുന്ന വിധിയും അതോടൊപ്പം അത് നിഷേധിക്കുന്ന വിധിയും ഇന്ന് വന്നു എന്നുള്ളതും പ്രസക്തം തന്നെയാണ്. റൈറ്റ്. PM ആരതി, സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഇത്രയും ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് ഒരു കേസ്, അതും 40 പേർ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു കേസ് 18 വർഷമായി തുടരുന്നത്. ഇപ്പോഴും അതിന് അന്ത്യമായിട്ടില്ല, ഇനിയും അന്ത്യമായി എന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ ഉണ്ടായിട്ടും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് നീതി ലഭിക്കാൻ 18 വർഷം കാത്തിരിക്കേണ്ടി വരുന്നത്?
ഇത് നോക്കൂ, 1996 ഈ സംഭവം നടക്കുന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട കീഴ്ക്കോടതിയിലെ വിധി, എല്ലാവരെയും ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി വരുന്നത് 2000-ലും 2005 മുഴുവൻ ആളുകളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതി വിധി വരികയാണ്. അത് സുപ്രീം കോടതിയിൽ എത്തുന്നത് 2013 ജനുവരി 31 വീണ്ടും ഇതൊരു മാസ് ട്രയലാണെന്നും അതുകൊണ്ട് തന്നെ വീണ്ടും ട്രയൽ നടത്തണമെന്ന് പറഞ്ഞ് ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. അന്ന് ആവശ്യപ്പെട്ടുള്ളത് 6 മാസത്തിനകം സുപ്രീം കോടതിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇന്ന് 2014 ഏപ്രിലാണ് വീണ്ടും അത്തരം കാലവിളംബം കൂടരുത് എന്ന് പറഞ്ഞ് സുപ്രീം കോടതി തിരിച്ചയച്ച കേസിനകത്താണ് 6 മാസത്തിലധികം കാലതാമസത്തോടുകൂടി ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുന്നത്. എന്തുതന്നെയായാലും ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്നത് ഒരു നീതി, വൈകിയെത്തുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഇതിനകത്ത് കഴിഞ്ഞ ഈ വർഷക്കാലയളവിൽ മൊത്തം ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാലയളവാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം. അതുമാത്രമല്ല അവരുടെ കുടുംബം, അവർക്ക് വേണ്ടി നിയമ പോരാട്ടം നടത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് അനിലയായാലും ഭദ്രയായാലുമുള്ള ഒരു കൂട്ടം അഭിഭാഷകർ, ഈ കാലയളവ് മൊത്തം അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഇത്തരത്തിൽ ഇത്രയേറെ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കേസ് മറ്റൊന്നുണ്ടാവില്ല. ഇതുപോലെ നമ്മുടെ നിയമത്തിന് മുന്നിൽ വരാത്ത എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിനകത്ത് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള പല വനിതാ സംഘടനകളുടെയും പിന്തുണ ഉണ്ടായിട്ടുണ്ട്, മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടാണ് ഇത്രയും വർഷം കാത്തിരുന്നതിന് ശേഷം ഇങ്ങനൊരു വിധി ഉണ്ടാവുന്നത്. ഇതൊന്നുമില്ലാത്ത ഒരുപാട് കേസുകൾ, പുറത്തു വരാത്ത ഒരുപാട് അനുഭവങ്ങൾ ഇന്നുമുണ്ട് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ഈ വിധിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ പരാതിപ്പെടാൻ പരാതിക്കാരിക്ക് ഒരു തരത്തിലുള്ള ആത്മവിശ്വാസം നൽകുകയും അതിനോടൊപ്പം ഒരു കുടുംബത്തിനും സമൂഹത്തിനും സുഹൃത്തുക്കൾക്കും അഭിഭാഷകർക്കും കൂടെ നിൽക്കുന്നവർക്കും നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസമാണ് സൂര്യനെല്ലി കേസിലെ പ്രധാനമായും നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഞാൻ ഈ വിധി വായിച്ചിട്ടില്ല. വിധിയുമായി ബന്ധപ്പെട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പരാമർശം എന്ന് പറയുന്നത്, ഇതിനകത്ത് 2005 വിധി പറഞ്ഞിട്ടുള്ള ജസ്റ്റിസ് ആർ ബസന്ത് നടത്തിയിട്ടുള്ള ഒരു പരാമർശമുണ്ട്. അദ്ദേഹം ജുഡീഷ്യൽ സ്ഥാനത്ത് നിന്ന് പോയതിനു ശേഷം നമ്മൾ മാധ്യമങ്ങളായാലും അതുപോലെ തന്നെ അഭിഭാഷകരായാലും സാമൂഹ്യ പ്രവർത്തകരായാലും ഇത്തരത്തിൽ ഇരവൽക്കരിക്കപ്പെടുന്ന ആളുകളെ മോശമായി പരാമർശിക്കുന്ന ഒരു കാര്യവും പൊതുസദസ്സുകളിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തരുതെന്ന് പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ ജുഡീഷ്യറി തന്നെ അത് നടത്തുമ്പോൾ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്നും അങ്ങനെ ഉണ്ടായിട്ടുള്ളത് ദൗർഭാഗ്യകരമായി പോയി എന്നൊരു പരാമർശം ഈ സുപ്രീം കോടതിയുടെ ഹൈക്കോടതി വിധിയിൽ ഉണ്ടോ എന്നാണ് നാം പരിശോധിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് അനിലേക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാൻ സാധിക്കും. തീർച്ചയായും അത്തരമൊരു പരാമർശമുണ്ട് ആരതി, അത്തരമൊരു പരാമർശമുണ്ട് വിധിയിൽ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വരാനിരിക്കുന്ന ഇത്തരം പല രീതിയിലും സെഷൻസ് കോടതികളിലും ഹൈക്കോടതിയിലും വിധി കാത്തു നിൽക്കുന്ന മുഴുവൻ പെൺകുട്ടികളെയും സംബന്ധിച്ച് ഇതൊരു ഏറ്റവും ആശ്വാസകരമായ ഒരു വിധിയായി തന്നെ വേണം വിലയിരുത്താൻ. ഇതിനകത്ത് മുൻപ് പരാമർശിച്ച പോലെ അത് സമ്മതമായാലും ഉഭയസമ്മത പ്രകാരമാണോ അല്ല ബാലവേശ്യാവൃത്തിയാണോ, ഇതിനകത്ത് സാമ്പത്തിക നേട്ടമുണ്ടായിട്ടുണ്ടോ, ഈ ഇരയുടെ മൊഴിയിലെ വിശ്വാസ്യത, ഇത്തരം ചോദ്യങ്ങളൊക്കെ തന്നെ വളരെ പുരുഷകേന്ദ്രീകൃതമായ ഒരു മനസ്സിലാക്കലുകളിൽ നിന്ന് വരുന്ന കാര്യമാണ്. ഉഭയസമ്മതത്തോടുകൂടി 16 വയസ്സിൽ പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോലും അത് ബലാത്സംഗമാണെന്ന് പറയുന്ന നിയമം നമുക്ക് ഉള്ളപ്പോഴാണ് നമ്മൾ വീണ്ടും ഉഭയസമ്മത പ്രകാരമാണോ എന്ന് ഈ കേസിൽ ഈ കാലയളവ് മുഴുവൻ അന്വേഷിച്ചിരുന്നത്. അത് തന്നെ ആ പെൺകുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. മറ്റൊന്ന് ബാലവേശ്യാവൃത്തി നിയമപ്രകാരം നിരോധിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് വീണ്ടും അത് തന്നെയാണോ എന്ന് അന്വേഷിക്കേണ്ട എന്താവശ്യമാണ് ഉണ്ടായിരുന്നിട്ടുള്ളത്? അതും ആ ഒരു തരത്തിൽ ആ പെൺകുട്ടിയോട് കാണിച്ചിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള നിലപാട് തന്നെയാണ്. പിന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാൻ ഇത്രയും ഒരു ജുഡീഷ്യൽ സിസ്റ്റം അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ആ കുട്ടിയുടെ വീടും ആ കുട്ടിയുടെ ജീവിതവും അറിയുന്ന മാധ്യമങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ 16 വയസ്സിൽ ഈ പറഞ്ഞ പോലെ 67 തവണ 47 പേർ 40 ദിവസം ബലാത്സംഗം ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മനോനില എന്തായിരിക്കും? ആ പെൺകുട്ടി പറയുന്നത് വിശ്വാസ്യതയിലെടുക്കാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത് എന്നുള്ളിടത്താണ് പോരായ്മ. നിയമങ്ങൾ നിങ്ങൾ മുൻപ് സൂചിപ്പിച്ച പോലെ നമുക്ക് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളുടെ
അപര്യാപ്തത എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമുക്ക് ഒരുപാട് നിയമങ്ങളുണ്ട്. പക്ഷെ ആ നിയമങ്ങൾ ജുഡീഷ്യറിക്ക് മുന്നിൽ വരുമ്പോൾ, അത് നടപ്പിലാക്കേണ്ട സമിതികൾക്ക് മുന്നിൽ വരുമ്പോൾ അതെന്തുമാത്രം സ്ത്രീവിരുദ്ധമായാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് സുബ്രഹ്മണ്യ കേസ്. ആരതി, തിരികെ എത്താം താങ്കളിലേക്ക്. അഡ്വക്കേറ്റ് അനില, ജസ്റ്റിസ് വർമ്മ കമ്മീഷന് മുമ്പ് തന്നെ ശക്തമായ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. സ്ത്രീയുടെ മൊഴി മാത്രം അടിസ്ഥാനമാക്കിയാൽ മതി, അത് മാത്രം തെളിവായി സ്വീകരിച്ചുകൊണ്ട് കേസെടുക്കാം, വിചാരണ നടപടികളുമായി മുന്നോട്ട് പോകാം എന്നെല്ലാമുള്ള സുപ്രീം കോടതി വിധികളും നിരീക്ഷണങ്ങളും ധാരാളമായി ഉണ്ട്. എന്നിട്ടും 18 വർഷമായി ഈ കേസ് മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങുന്നത് ഒരർത്ഥത്തിൽ ഈ നീതിക്ക് വേണ്ടി പോരാടുന്ന ഇരകളെ പിന്നോട്ടടിപ്പിക്കാനല്ലേ ഉതകുക? ഉദാഹരണത്തിന് വിദുര കേസിലെ ഒരു പെൺകുട്ടി ഇത്തരം നിയമ നടപടികളിൽ മനം മടുത്ത് ഈ കേസിനെ സംബന്ധിച്ച് സകലതും താൻ മറന്നുപോയിരിക്കുന്നു എന്ന് കോടതിയിൽ മൊഴി നൽകുകയും പ്രതികളെ വിട്ടയക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാലവിളംബം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ജുഡീഷ്യറി എങ്ങനെയാണ് തികച്ചും സാഹസികം എന്ന് തന്നെ തോന്നിപ്പിക്കാവുന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങളും വിധികളും പുറപ്പെടുവിക്കുന്നത്? എന്നോട് ചോദിച്ച ചോദ്യത്തെപ്പറ്റി ആതിര വിശദമായിട്ട് സംസാരിച്ചു. 18 വർഷമായിട്ട് നീളുകയാണ്. പക്ഷേ ഒരു കുടുംബം അതിനകത്തൂടെ കടന്നു പോകുമ്പോൾ പല രീതിയിലുള്ള 2000-ൽ അവർക്ക് അനുകൂലമായ വിധി വന്നുവെങ്കിലും പിന്നീടുള്ള ഒരു 10 വർഷത്തെ ഒരു സംഭവം, ഒരു ജുഡീഷ്യൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഇപ്പോൾ അതിൽ വിശദീകരിച്ചു കഴിഞ്ഞു. അതിൽ കൂടി ഇവർ കടന്നുപോയി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത്. അത് കടന്നുപോയതും അതിനുശേഷം ഇങ്ങനെയൊരു വിധി സമ്പാദിക്കാൻ സാധിച്ചതും ഇനി ഇതുപോലെ ഒരു പ്രശ്നത്തിൽ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സംഭവമായിട്ട് വേണം നമുക്ക് കരുതാൻ. അതിന് 2005-ലെ വിധി വന്നപ്പോൾ അത് ഇത്രയും അത് 2012 വരെ നിയമപുസ്തകങ്ങളിൽ ഒരു കീഴ്വഴക്കമായി കിടന്നു എന്നുള്ളത് കേരളത്തിൽ ജുഡീഷ്യറിക്ക് വളരെ അപമാനകരമാണ്. പക്ഷേ അതിനെ മറികടന്ന് നമുക്ക് ഇപ്പോൾ ഈ വിധി വീണ്ടും സമ്പാദിക്കാൻ സാധിച്ചു. പെൺകുട്ടിയെ വിശ്വസിച്ചുകൊണ്ടുള്ള വിധി സമ്പാദിക്കാൻ സാധിച്ചു എന്നുള്ളത് വിജയമായിട്ട് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിന് ഒരു കുടുംബം അവരുടെ ജീവിതം തന്നെ വില കൊടുക്കേണ്ടതുപോലെ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അത് ജുഡീഷ്യറിയുടെ ഒരു പോരായ്മയാണ്, നമ്മുടെ നിയമ സംവിധാനത്തിൻ്റെ ഒരു പോരായ്മയാണ് എന്ന് സമ്മതിക്കുന്നു. നമ്മൾ കാണേണ്ടതുമാണ്. അത് ഇനിയുള്ള പല നിയമ പോരാട്ടങ്ങളിലും അത് നമ്മൾ കൃത്യമായിട്ട് കാണണം. ഈ തരത്തിലുള്ള കാലവിളംബം ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ പരിശോധിക്കണം ഒക്കെ വേണം. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് ഇനിയും മുന്നോട്ടുള്ള പ്രയാണത്തിൽ സ്ത്രീകൾക്ക് ശക്തി പകരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അഡ്വക്കേറ്റ് അനില, ഈ കേസ് പോലെ മറ്റൊരർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് തെരഞ്ഞെടുപ്പ് നേട്ടങ്ങൾക്ക് ഉപയോഗിക്കപ്പെട്ട മറ്റൊരു കേസും ഉണ്ടാവില്ല. കാരണം ഇത് മാധ്യമങ്ങൾ വഴി അനാവശ്യ ചർച്ചകൾ, അനാവശ്യമായ വിശദീകരണങ്ങൾ, അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് കക്ഷി രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി പല രാഷ്ട്രീയ കക്ഷികളും ഉപയോഗിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടൽ എല്ലാ കാലത്തും ഈ കേസിന് മേലുണ്ടായിരുന്നു. പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇപ്പോഴും ഈ കേസിൽ കുറ്റാരോപിതനായിട്ടും പെൺകുട്ടി ചൂണ്ടിക്കാട്ടിയിട്ടും അന്വേഷണ ഏജൻസികളുടെ പിടുത്തത്തിൽ നിന്ന് അകലെയാണ്. ഭരണകൂടത്തിൻ്റെ ഒരു ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ കേസ് ഒരു പക്ഷേ നേരത്തെ നീതി ലഭ്യമാക്കുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുമായിരുന്നില്ലേ? ഈ ചോദ്യം എല്ലാ മീഡിയ, ജുഡീഷ്യറി എല്ലാം ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. എൻ്റെ ഒരു അനുഭവത്തിൽ കേസിൻ്റെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ അതിനുശേഷം ഒരു 2 മാസത്തിനകം റിപ്പോർട്ടിങ് തന്നെ, അന്ന് പ്രിന്റ് മീഡിയ മാത്രമേ ഉള്ളൂ, അന്നത്തെ റിപ്പോർട്ടിങ് തന്നെ വളരെ പ്രശ്നമായി മാറി. പ്രതികൾക്ക് അനുകൂലമായിട്ടുള്ള കഥകളും ഒക്കെ തന്നെ പുറത്തു വന്നുകൊണ്ട് ആണ് ഓരോ ദിവസവും പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തത്.
അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീടുള്ള ഈ പോരാട്ടത്തിൻ്റെ സമയത്ത് ഇതൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ആ സമയത്ത്, ആ കൃത്യസമയത്ത് അത് ചില പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ തന്നെ അവരെ പറ്റി പെൺകുട്ടി പറഞ്ഞതുകൊണ്ട് മൂലം തന്നെ ഉണ്ടായതാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന് ആ തരത്തിലുള്ള റിപ്പോർട്ടിംഗ് തന്നെ ഉണ്ടായി. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസിൻ്റെ പല സമയത്തും ശരിയാണ്, ഇലക്ഷൻ്റെ സമയം വന്നിട്ടുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ഓരോ സമയത്തും കോടതികളിൽ പ്രതികൾ ആരോപിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇലക്ഷനെ ലക്ഷ്യമാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു കേസാണെന്നാണ്. അത് തീർത്തും തെറ്റായ, അത് പരിഗണിക്കുക പോലും വേണ്ടാത്ത ഒരു ആരോപണമായിരുന്നിട്ട് ഇരിക്കെ അത് പലപ്പോഴും പ്രതികൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുകയും അത് കോടതികൾ പരിശോധിക്കുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പലതരത്തിലുള്ള കാര്യങ്ങളാണ്. ഇത് ഗവൺമെൻറ് മെഷീനറിയുടെ ഒരു ഇടപെടൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ പല സമയത്തും അന്വേഷണം വഴിമുട്ടി നിന്നിട്ടുണ്ട്. പല സമയങ്ങളിൽ അത് നമുക്കറിയാം. ഞാനിപ്പം എടുത്തെടുത്ത് പറയുന്നില്ല. പല സമയത്തും അന്വേഷണം വഴിമുട്ടി നിന്നിട്ടുണ്ട്. പല പോലീസ് ഓഫീസർമാർക്കും എതിരെ പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല പ്രശ്നങ്ങളും അതിനകത്തുണ്ടായിട്ടുണ്ട്. അതൊക്കെ തന്നെ നമ്മുടെ കൺമുന്നിലുള്ളതാണ്. പക്ഷേ ഇതൊക്കെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ തന്നെ അതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗത്തും ഒക്കെ നിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, ഇതിങ്ങനെ തന്നെയാണോ ഓരോ കേസും വരുമ്പോൾ നമ്മൾ കൊണ്ടുവരേണ്ടതെന്ന്. റൈറ്റ് അഡ്വക്കേറ്റ് അനില. കെ തുളസി, തുറന്നു തന്നെ ചോദിക്കാം. പി ജെ കുര്യനെതിരെ പെൺകുട്ടി ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി, കോടതിയിൽ, പീരുമേട് കോടതിയിൽ ഹർജി നൽകി. ഇത്തരത്തിൽ നേർക്ക് നേരെ ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടും അത്തരത്തിലൊരു ആരോപണം മതി, അങ്ങനെ ചൂണ്ടിക്കാട്ടിയാൽ മാത്രം മതി ഒരാൾക്കെതിരെ കേസെടുക്കാൻ എന്ന സുപ്രീം കോടതി നിരീക്ഷണം ഉണ്ടായിരിക്കെ, അത്തരത്തിൽ നിയമമുണ്ടായിരിക്കെ, ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും കാലം ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പിടിയിൽ നിന്ന് പിടിവിട്ടു നിൽക്കുന്നത് ഇത്തരത്തിലുള്ള, മുൻപ് അഡ്വക്കേറ്റ് അനിൽ സൂചിപ്പിച്ച ഭരണകൂടത്തിൻ്റെ അവിഹിതമായ ഇടപെടൽ മൂലമാണെന്ന് ആരോപിച്ചാൽ തള്ളിക്കളയാൻ കഴിയുമോ? എന്തായാലും അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്നിട്ടുള്ള ഒരു വിധി പ്രസ്താവമായതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരാമർശത്തിൽ പോകുന്നത് അത്ര ഭംഗിയായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്തായാലും നിയമവും നീതിന്യായ വകുപ്പും കൈകാര്യം ചെയ്യുന്ന വ്യക്തികളിൽ മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ അടങ്ങിയിരിക്കണം നിയമം കൈകാര്യം ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് നീതിപീഠത്തിലിരിക്കുന്ന, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്ക് ഏറ്റവും നല്ല ഒരു പാഠം കൊടുക്കാൻ കഴിയുന്ന രണ്ട് വിധികൾ തന്നെയാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന കുട്ടികൾ, അവരുടെ കുടുംബങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിൽ പ്രശ്നങ്ങളിൽ പെട്ട് വരുന്ന കുട്ടികൾക്ക് നേരെ തുറിച്ച കണ്ണുകളും അടക്കം പറച്ചിലുകളും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും, ഇത്ര സാക്ഷര കേരളം എന്നൊക്കെ നമ്മൾ അഭിമാനിക്കുമ്പോഴും അത് നിരന്തരം വരുന്നു എന്നുള്ളത് ഒരു പരിഷ്കൃത സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു വിധി വളരെയധികം സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികൾക്കും വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള ഒരു വിധിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കെ തുളസി, ഹെൽമറ്റ് വേട്ടയുടെ കാര്യമെടുക്കാം. ഹെൽമറ്റ് വേട്ടയുടെ കാര്യത്തിൽ സർക്കാർ ചട്ടങ്ങളും നിയമങ്ങളും കർശനമാക്കിയപ്പോൾ മലയാളി ധാരാളമായി ഹെൽമറ്റ് വയ്ക്കാൻ തുടങ്ങി. സ്ത്രീ പീഡന കേസുകളുടെ വിഷയത്തിൽ കൺവിക്ഷൻ റേറ്റ്, അവരെ ശിക്ഷ വിധിക്കുന്ന, കൃത്യമായ അന്വേഷണം നടത്തി വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്ന ഒരു സമ്പ്രദായം കാര്യക്ഷമമായി നടന്നുവെങ്കിൽ ഇന്ന് ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ച രീതിയിലുള്ള ചെറിയ പെൺകുട്ടികളെ ഇരയാക്കപ്പെടുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? രാഷ്ട്രീയ ബന്ധമുള്ളവർ, സാമ്പത്തിക ഭദ്രതയുള്ളവർ കേസുകളിൽ നിന്ന്, ഇത്തരത്തിലുള്ള കുറ്റാരോപണങ്ങളിൽ നിന്ന്, അന്വേഷണ സംഘത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു പ്രവണതയല്ലേ, അത്തരം പ്രവണത നൽകുന്ന തെറ്റായ സന്ദേശമല്ലേ ഇത്തരം കാര്യങ്ങൾ വ്യാപകമാവാനുള്ള കാരണം?
അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. പോലീസ് വകുപ്പാണെങ്കിലും കോടതികളാണെങ്കിലും നമ്മുടെ മുന്നിൽ വരുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ സത്യസന്ധവും നിഷ്പക്ഷവും ആത്മാർത്ഥവുമായിട്ടുള്ള മനുഷ്യത്വപരമായിട്ടുള്ള സമീപനം കൈക്കൊള്ളേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ് എന്നാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് തന്നെയാണ് അത് പോലീസ് അധികാരികളായിക്കൊള്ളട്ടെ, കോടതികളിൽ ഇരിക്കുന്ന വിധികർത്താക്കളായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന വക്കീലന്മാരാകട്ടെ, അതുമല്ലെങ്കിൽ മറ്റ് നമ്മുടെ രാജ്യത്ത് പലതരത്തിലുള്ള സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാകട്ടെ, എല്ലാവരും നമ്മുടെ മുന്നിൽ ഇതുപോലെ പ്രശ്നങ്ങളുമായിട്ട് വരുന്ന, അത് പെൺകുട്ടികളുടെ കേസുകളായിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും വിഭാഗത്തിൽ പെടുന്നവരായിക്കൊള്ളട്ടെ, അതിലൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു നിലപാട് എല്ലാവരും എടുക്കേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. അത്തരത്തിൽ ഇക്കാര്യത്തിൽ പി ജെ കുര്യനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള ഒരു അദ്ദേഹത്തെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം കോടതികൾ തള്ളിയതാണ്. അതേസമയം കുറ്റവിമുക്തനാക്കത്തക്ക രീതിയിലുള്ള നിയമപരമായ തെളിവുകൾ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നില്ല എന്നൊരു ആരോപണവുമുണ്ട്. കാരണം പെൺകുട്ടി ഇപ്പോഴും ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല, സംഭവം നടക്കുന്ന സമയത്ത് പി ജെ കുര്യൻ സംഭവ സ്ഥലത്ത് ഇല്ലായിരുന്നു എന്ന് തുടങ്ങിയ സാക്ഷിമൊഴികൾക്കെതിരായ മൊഴികൾ, അതുപോലെ തന്നെ അന്വേഷണ സംഘത്തിലെ അംഗമായിരുന്ന ജോഷ്വ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വെളിപ്പെടുത്തലുകൾ പിന്നീടുണ്ടായി. ഭരണകൂടം ഒരു നടപടിയും ഈ തുടരന്വേഷണത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടില്ല. ആരതി, താങ്കളോടാണ് ചോദ്യം. എന്താണ് ചോദ്യം? ഞാൻ പൂർണ്ണമായും കേട്ടില്ല. തുറന്നു ചോദിച്ചാൽ, പി ജെ കുര്യനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള കോടതി അദ്ദേഹത്തെ പ്രതി ചേർക്കണമെന്നുള്ള ആവശ്യം കോടതി തള്ളിയതാണ്. പക്ഷേ പെൺകുട്ടി ഇപ്പോഴും കുറ്റാരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതുമാത്രമല്ല, സംഭവം നടക്കുന്ന സമയത്ത് പി ജെ കുര്യൻ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങിയ സാക്ഷിമൊഴികൾക്കെതിരെ അതിനെതിരെ ശക്തമായ മറ്റ് വെളിപ്പെടുത്തലുകളും ഉണ്ടായി. മാത്രവുമല്ല, അന്വേഷണ ഉദ്യോഗസ്ഥനായ ജോഷ്വ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറയുന്നു, ഇത്തരത്തിലുള്ള മൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ അന്നത്തെ അന്വേഷണ സംഘത്തലവനായിരുന്ന സിബി മാത്യൂസ് കൃത്യവിലോപം കാണിച്ചു എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നു. ഇത്തരം വെളിപ്പെടുത്തലുകൾ ധാരാളം ഉണ്ടായിട്ടും ഭരണകൂടം ഒരു നടപടിയും എടുക്കാത്തതുകൊണ്ടല്ലേ ഇക്കാര്യത്തിൽ പൂർണ്ണ നീതി പെൺകുട്ടിക്ക് ലഭിക്കാത്തത്? ഭരണകൂടം എന്ന് നമ്മൾ പറയുമ്പോൾ സംസ്ഥാന സർക്കാർ UDF-ൻ്റെതാണ്. പി ജെ കുര്യൻ കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗവും അതുപോലെ തന്നെ വൈസ് ചെയർമാനുമാണ്. അങ്ങനെയിരിക്കെ അത്തരത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് ഈ പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ പി ജെ കുര്യനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്ന രീതിയിലുള്ള ഒരു നടപടിയും സ്വീകരിക്കില്ല എന്നുള്ള കാര്യം സുവ്യക്തമാണ്. 2007 ഹൈക്കോടതിയും അതുപോലെ തന്നെ 2013 വീണ്ടും സമർപ്പിച്ച സുപ്രീം കോടതിക്ക് മുൻപിൽ സമർപ്പിച്ച പി ജെ കുര്യനെ പ്രതി ചേർക്കാനുള്ള പരാതിയും തള്ളിപ്പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, കോടതിക്ക് മുന്നിൽ വരുമ്പോൾ മാത്രമാണ് ആ കേസിന്റെ സാധ്യതകൾ നമ്മൾ അന്വേഷിക്കുന്നുള്ളൂ. അതിനു മുമ്പ് പരാതിപ്പെടുമ്പോൾ എത്രമാത്രം നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ ഇത്തരത്തിലുള്ള വലിയ പേരുകൾ ഒരു പെൺകുട്ടി വെളിപ്പെടുത്തുമ്പോൾ അത് രേഖപ്പെടുത്താൻ തയ്യാറാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ എന്തുമാത്രം സ്ത്രീ പക്ഷ സമീപനമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണം ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥരെ കൊണ്ട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ പോലും അന്ന് LDF ഗവൺമെന്റ് ആയിരുന്ന കാലത്ത് പ്രത്യേക കോടതി ഉണ്ടാവുകയും അതുപോലെ തന്നെ അന്വേഷണം ത്വരിതപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിട്ട് പോലും പി ജെ കുര്യനെ പോലുള്ള ഒരാൾ ഇന്നും ആ പെൺകുട്ടി പറയുകയാണ്, ഇദ്ദേഹം എന്നെ പീഡിപ്പിച്ച ആളുകളുടെ കൂട്ടത്തിൽ 48ാമത്തെ ഒരാൾ കൂടിയുണ്ട്, അത് ഇയാളാണ് എന്ന് പലവട്ടം പറഞ്ഞിട്ടും അത് കേൾക്കാൻ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ പോലീസ് സംവിധാനങ്ങളോ തയ്യാറല്ല. പോലീസ് സംവിധാനത്തെ ചലിപ്പിക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറല്ല. അപ്പോൾ എന്താണ് പോംവഴി എന്നുള്ളത് ഇവിടുത്തെ സ്ത്രീ പ്രസ്ഥാനങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അനിലേച്ചിക്ക് കുറെ കൂടി വ്യക്തമായി ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ സാധിക്കും. ആ കേസിനകത്ത് അദ്ദേഹത്തിന്റെ എത്രമാത്രം ഉൾപ്പെട്ടിട്ടുള്ള ആളാണെന്നും അതിനകത്ത് കോടതികൾക്കകത്ത് അഡ്വക്കേറ്റ് അനിലേക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള അവഹേളനങ്ങളെ കുറിച്ചും അവർക്കായിരിക്കും പറയാൻ പറ്റുക. രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയുമ്പോൾ ഈ കേസിനകത്ത് രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണം പലപ്പോഴും ഈ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ ഈ കേസിനകത്ത് പ്രധാനപ്പെട്ട ആളുകൾക്ക് കൈകഴുകി പുറത്തു വരുന്നതിനും സഹായിക്കുന്ന രീതിയിൽ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വിഷയമാവുക എന്നുള്ള രീതിയിൽ ഒതുങ്ങുന്നതിന് പകരം ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏത് കക്ഷി രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ ഇത്തരത്തിലെ കേസുകളിൽ പെടുമ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് പുറത്ത് കടന്നു വരാനുള്ള ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ആ സംവിധാനത്തെ ഏത് രീതിയിലാണ് നമുക്ക്
മാറ്റാൻ സാധിക്കുക. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ശിക്ഷാ നിരക്ക് കൂടുക വഴി കുറ്റകൃത്യ നിരക്ക് കുറയുന്നു എന്നുള്ള യാതൊരു പഠനവും നമുക്ക് ലഭ്യമല്ല. ഇതിനകത്ത് കുറ്റകൃത്യങ്ങൾ കൃത്യമായി പോലീസ് കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്, അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. അതിനും അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഏറ്റവും ജനിച്ച ഉടനെയുള്ള പെൺകുട്ടിയും അതുപോലെ തന്നെ വയോവൃദ്ധരായ സ്ത്രീകളും പീഡിപ്പിക്കപ്പെടുന്നത്? എന്ത് തരത്തിലുള്ള ജനാധിപത്യപരമായ സ്ത്രീ പുരുഷ ബന്ധമാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കാതെ കുറ്റകൃത്യങ്ങൾ കൃത്യമായ ശിക്ഷ നടപ്പിലാക്കുന്നതിലൂടെ പരിഹരിക്കപ്പെടാം എന്നുള്ള ധാരണ എനിക്ക് തോന്നുന്നു അത് ഒരു തരത്തിലും ഒരു പരിധിവരെ ആളുകളെ എന്താ പറയുക ഒരു പേടിയുണ്ടാക്കി ഒരു കുറ്റകൃത്യം കുറയ്ക്കുക എന്നുള്ളതിനപ്പുറം ഏത് തരത്തിലുള്ള സാമൂഹ്യപരമായ ഇടപെടലുകളാണ് ഒരു ജനാധിപത്യപരമായ സ്ത്രീ പുരുഷ ബന്ധം ഉണ്ടാക്കുന്നതിനും സ്ത്രീയെയും ഒരു മനുഷ്യനായി കാണാനും അതുപോലെ തന്നെ ഒരു തുല്യതയോടുകൂടി മനസ്സിലാക്കാനും കഴിയുന്നിടത്ത് മാത്രമേ ഒരു ലൈംഗിക താല്പര്യങ്ങൾ തീർക്കാനുള്ള ഒരു ശരീരം മാത്രമായി സ്ത്രീയെ കാണുന്ന രീതിയിൽ നിന്ന് മാറ്റം വരുള്ളൂ. അതിന് ജുഡീഷ്യറിക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ കാര്യമാണ്. അത് പ്രധാനമായും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ചിന്താഗതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. PJ കുര്യൻ അതിനകത്ത് പ്രതിയായി വരുമ്പോൾ എന്തുകൊണ്ടാണ് KA തുളസിക്ക് പരസ്യമായി പറയാൻ സാധിക്കാത്തത് അദ്ദേഹം ശിക്ഷിക്കപ്പെടണമെന്ന്? അത് പറയാൻ സാധിക്കാൻ അത് ഏത് രാഷ്ട്രീയ കക്ഷികത്തായാലും അത് പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പൊതുവേദികളിൽ അത് സംസാരിക്കാൻ പറ്റാത്ത വിഷയമായി മാറുന്നത്. പലപ്പോഴും കുറ്റകൃത്യങ്ങളുടെ നിരക്ക് കൂടുന്നത് ശിക്ഷാവിധി കുറയുന്നത് കൊണ്ടാണ് എന്ന് എന്റെ ചോദ്യത്തിന് അർത്ഥമില്ല. കാരണം ഒരു രാഷ്ട്രീയ നേതൃത്വം ഭരണവർഗത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഉന്നതനായ ചില ആളുകൾ കുറ്റകൃത്യങ്ങളിൽ പെടുമ്പോൾ അതിൻ്റെ അന്വേഷണം മുടങ്ങുന്നതും ശിക്ഷാവിധികളിൽ വിചാരണാവേളകളിൽ താമസമുണ്ടാകുന്നതും ഒരു തെറ്റായ സന്ദേശം സമൂഹത്തിന് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് പല കേസുകളിലും സ്ത്രീകൾക്കെതിരായ ലൈംഗിക അപവാദ കേസുകളോ അല്ലെങ്കിൽ ലൈംഗിക പീഡന കേസുകളോ മാത്രമല്ല കൊലപാതകം വരെ ഉൾപ്പെടെയുള്ള കേസുകളിൽ പലപ്പോഴും അന്വേഷണം വേണ്ടത്ര മുന്നോട്ട് പോകാത്തതും ശിക്ഷാവിധി ഉണ്ടാകാത്തതും ഈ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനം കൊണ്ടാണ്. ഇത് തെറ്റായ ഒരു സന്ദേശം സമൂഹത്തിന് പകർന്നു നൽകുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. വളരെ ശരിയായ കാര്യമാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് PJ കുര്യനെ പോലുള്ള ഒരാൾ ശിക്ഷിക്കപ്പെട്ടിരുന്നെങ്കിൽ സമൂഹത്തിന് കൊടുക്കുന്ന സന്ദേശം മറ്റൊന്നാകുമായിരുന്നു. ഇത് നാളെ മറ്റേത് രാഷ്ട്രീയ നേതാവിനും ഏതൊരു പെൺകുട്ടിയെയും ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൈ കഴുകി പോരാൻ കഴിയും എന്നുള്ള സന്ദേശം തന്നെയാണ് സൂര്യനെല്ലി വിധിയും കൊടുക്കുന്നത്. അത് ഇക്കാര്യത്തിൽ പെൺകുട്ടിക്ക് പൂർണ്ണ നീതി ലഭ്യമാകുന്നതിനുള്ള ഇനിയുള്ള മാർഗതടസ്സങ്ങൾ എന്തൊക്കെയാണ്? PJ കുര്യനെതിരെയുള്ള ആരോപണത്തിൽ പെൺകുട്ടി ഇപ്പോഴും ഉറച്ചു നിൽക്കുമ്പോൾ ഇനി എന്തൊക്കെ നിയമ തടസ്സങ്ങളാണ് ആ നിയമ നടപടിക്കായിട്ടുള്ളത്? പെൺകുട്ടിയെ കേൾക്കാതെയാണ് ഡിസ്ചാർജ് ചെയ്തത് എന്ന ഒരു ആപ്ലിക്കേഷൻ നമ്മൾ കേസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ പെൻഡിങ് ആണ്. അതിലേക്ക് പോകാനായിട്ട് ചില സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞുകൊണ്ട് കോടതി അത് നീട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇനി അത് കേൾക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അത് അങ്ങനെ നിൽക്കെ തന്നെ നമ്മളിപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, വളരെ ക്രൂരമായ നിലയിൽ നടക്കുന്ന സംഭവങ്ങളിൽ നമ്മളിപ്പോഴും ഈ 2-3 കേസുകളിൽ ഇപ്പോൾ സൗമ്യ വധക്കേസ്, ഡൽഹി ബലാത്സംഗ കേസ്, ഇങ്ങനെ 2-3 കേസുകളിൽ വളരെ പെട്ടെന്ന് വിധി പറയുന്ന ഒരു സംവിധാനമൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ ഒരു പെൺകുട്ടി ഒരു ബലാത്സംഗത്തിന് ഇരയായി എന്ന് പറഞ്ഞ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാൻ ഇപ്പോഴും നമ്മൾ മടിക്കുന്നു. അതാണ് ആതിര മുന്നേ പറഞ്ഞു വെച്ച കാര്യം. ഇപ്പോഴും അങ്ങനെ ആ ഒരു സംഭവത്തെപ്പറ്റി ഒരു പോലീസ് സ്റ്റേഷനിൽ ചെല്ലാനോ പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് അന്വേഷണം ലഭിക്കാനോ ഒക്കെ വളരെ തടസ്സമാണ്. അപ്പം അത് ഈ പൊതുവേ ഉള്ള ജെൻഡർ സെൻസിറ്റിവിറ്റി ഏതൊക്കെ ലെവലിൽ നമ്മൾ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കണം
എന്ന് കൃത്യമായിട്ട് നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതാണ്. അത് ഒരു കേസ് നമുക്ക് ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു സംഗതി മാത്രമാണ്. അല്ലാതെ ഇതിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാനാണ് ഉള്ളത്. അല്ലാതെ ഇത് ഒരിക്കലും ഒരു അവസാനമാകുന്നില്ല. PJ കുര്യൻ്റെ കേസാണെങ്കിൽ പോലും അത് ഇനി അത് കാണാനിരിക്കുന്നതേ ഉള്ളൂ പല രീതികളിലും. എനിക്ക് പറയാൻ പറ്റില്ല. താങ്കളെ പോലുള്ളവർ വനിതാ കമ്മീഷൻ അംഗം മാത്രമല്ല, ഒരു വനിതാ നേതാവ് കൂടിയാണ്. രാഷ്ട്രീയ കക്ഷികളിലെ വനിതാ സംഘടനകൾ സ്വന്തം രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള ജെൻഡർ സെൻസിറ്റിവിറ്റിയെക്കുറിച്ചും ജെൻഡർ ഡെമോക്രസിയെക്കുറിച്ചും ഒരു ബോധവൽക്കരണം സ്വന്തം പാർട്ടിക്കകത്ത് നടത്തിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ കുറയും എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും ഈ ലിംഗസമത്വം എന്നുള്ളത് ആദ്യം വരേണ്ടത് കുടുംബങ്ങളിലാണ്. ലിംഗസമത്വത്തെക്കുറിച്ച് മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുന്ന ആളുകളുടെ വീടുകളിൽ പോലും ഈ ലിംഗസമത്വം ഉറപ്പുവരുത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥ. നമുക്കറിയാം, ഇപ്പോൾ വനിതാ സംവരണ ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ പോലും കഴിയാത്തൊരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടായി. തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാഭ്യാസത്തിൻ്റെയും മറ്റ് രാഷ്ട്രീയ പ്രബുദ്ധതയുടെയും ഒക്കെ പേരിൽ അഭിമാനിക്കുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത് അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇത് രാഷ്ട്രീയ പാർട്ടികളിൽ തീർച്ചയായിട്ടും യോഗങ്ങളിൽ, രാഷ്ട്രീയ യോഗങ്ങളാണെങ്കിലും അതല്ലാത്ത കൂട്ടായ്മകളാണെങ്കിലും അതിലൊക്കെ തന്നെ ലിംഗസമത്വത്തെക്കുറിച്ചിട്ടുള്ള ക്ലാസുകൾ, പഠനങ്ങൾ, ചർച്ച ചെയ്യലുകൾ, സംവാദങ്ങൾ ഒക്കെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഓരോ കുടുംബങ്ങളിലും രക്ഷാകർത്താക്കൾ ഉറപ്പുവരുത്തേണ്ടത് ആൺകുട്ടികളും പെൺകുട്ടികളും ഉള്ള കുടുംബങ്ങളിൽ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ അമ്മയും അച്ഛനും തമ്മിൽ ലിംഗപരമായിട്ടുള്ള ഒരു സമത്വം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളും ഈ നാട്ടിൽ ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിക്ക് കിട്ടേണ്ട എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും എല്ലാം സ്ത്രീകൾക്കും കിട്ടേണ്ടതാണ്, പെൺകുട്ടികൾക്കും കിട്ടേണ്ടതാണ് എന്നുള്ള തരത്തിലുള്ള ഒരു അന്തസ്സാർന്ന പെരുമാറ്റം നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വരേണ്ടതുണ്ട്. വനിതാ കമ്മീഷൻ വളരെയധികം നന്ദി. കെ തുളസി, അഡ്വക്കേറ്റ് അനില, PM ആരതി ചർച്ചയിൽ പങ്കെടുത്തതിന് പ്രതികരിച്ചു.